ഈ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെക്കുറിച്ച് ഞാൻ അവിടെ കണ്ടുമുട്ടിയ രവി സാറിൻ്റെ വാക്കുകളിലൂടെ. ഇത് തൃക്കത്തന്ത് കോവിൽ എന്നാണ് പറയുന്നത് ഈ അമ്പലത്തിന്. ഇവിടെ 3 ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പിന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ അച്ഛനും അമ്മയായ ശിവപാർവതി ക്ഷേത്രം തൊട്ട് താഴെയുണ്ട്. അതിന് തൊട്ട് താഴെ മറ്റേ മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. ആക്ച്വലി ഷഷ്ടി നടക്കുന്നത് ഈ അമ്പലത്തിനാണ്, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ അമ്പലമാണ്. ഇവിടെ കുന്നത്തായ കാരണം കാവടികളെല്ലാം അവിടെ ദേവീക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിലാണ് എത്തുന്നത്. അവിടെ നിന്ന് അവസാനിക്കും. പിന്നെ ഒരു കാവടി അല്ലെങ്കിൽ ഒരു മേളക്കാർ വന്ന് ഇവിടെ ദർശനം ചെയ്ത് ഇവിടെ അവസാനിപ്പിച്ച് അവർ പോകും. ഇതാണിപ്പോൾ ഇവിടെ നടക്കുന്നത്. പിന്നെ കാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂജ, ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ പൂജ നടക്കുന്നത് കരിക്ക് അഭിഷേകം കാലത്ത് നടക്കുന്നത്. കാലത്ത് 3:30 തൊട്ട് കരിക്കഭിഷേകം, പാലഭിഷേകം, പനീരഭിഷേകം നടക്കും. അതിനുശേഷം പിന്നെ വൈകിട്ട് 2 മണിയോടുകൂടി നിർത്തും. 2 മണിക്ക് ശേഷം പിന്നെ നട അടച്ചു കഴിഞ്ഞാൽ 6 മണിക്ക് നട തുറക്കും. 6 മണിക്ക് നട തുറന്നിട്ടുണ്ടെങ്കിൽ ഭസ്മാഭിഷേകം, ആരതി കഴിഞ്ഞാൽ ഭസ്മാഭിഷേകം. ഭസ്മാഭിഷേകം ഒരു 8 മണി 8:30 വരെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ അത് അവസാനിച്ചു. പിന്നെ അതിനുശേഷം 8:30 9 മണിയോടുകൂടി ഭഗവാനെ പുറത്തെടുത്ത് എല്ലാവരും എഴുന്നള്ളിച്ചിട്ട് ശിവക്ഷേത്രം, അച്ഛനമ്മയെ ശിവക്ഷേത്രത്തിൽ പോകും. അച്ഛനമ്മയോട് യാത്ര പറഞ്ഞ് ഇവിടെ വന്ന് ആദ്യം അതിൻ്റെ ഉള്ളിൽ കുടിയിരിക്കുന്നതോടുകൂടി നട അടയ്ക്കും. അപ്പോൾ അതോടുകൂടി ഈ അമ്പലത്തിൻ്റെ ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞു. ബാക്കിയെല്ലാം കാവടിയെല്ലാം താഴെയാണ്. അത് മറ്റേ ദേവീക്ഷേത്രം മുന്നിൽ വലിയ ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിൽ കാലത്ത് 2 മണി 3 മണി 4 മണി വരെയൊക്കെ പുലർച്ചെ ഇവിടെ കാവടിയാട്ടങ്ങൾ നടക്കും. ഇതാണ് കൊടകര ശക്തി. ഇത് ഈ നാടിൻ്റെ ഉത്സവമായതുകൊണ്ട് അന്നേ ദിവസം നിശ്ചല ദൃശ്യങ്ങൾ, ദേവീദേവന്മാരുടെ നൃത്ത ദൃശ്യങ്ങൾ, ഭസ്മക്കാവടി, തെയ്യങ്ങൾ, കാവടികൾ എന്നിവ ഒത്തുചേർന്ന് ഈ കൊടകരയെ അല്ലെങ്കിൽ കൊടുക്കാത്തകരയെ ഏറെ മനോഹരിയാക്കുന്നു. ഈ ആഘോഷം നടക്കുന്നത് ചാന്ദ്ര ആഴ്ചയിലെ 6-ാം നാൾ, അതായത് സ്കന്ദനാളിൽ. നാട് വിട്ടുപോയ സുബ്രഹ്മണ്യ സ്വാമിയെ കാണാതെ പാർവതീദേവി ശിവഭഗവാന്റെ അടുത്ത് ചെന്ന് അപേക്ഷിക്കുകയും ശിവഭഗവാൻ പാർവതീദേവിയോട് 41 ദിവസം ഭജന ഇരിക്കുവാൻ പറയുകയും ചെയ്തു. 41-ാമത്തെ ദിവസം സുബ്രഹ്മണ്യ സ്വാമി അച്ഛനും അമ്മയെയും കാണാൻ വരികയും അവരോടൊത്ത് താമസിച്ച് വീണ്ടും വിടവാങ്ങി പോകുന്നതുമാണ് ഈ ഷഷ്ടിയുടെ പ്രത്യേകത.
പ്രിയപ്പെട്ടവരെ, കൂടുതൽ യാത്രകളുമായി ഞാൻ വീണ്ടും വരാം. നിങ്ങളുടെ സ്വന്തം സന്തോഷ് ആലപ്പാട്ട്.